മാളുമ്മ മാളുവമ്മയുടെ വീട് ഇത് തന്നല്ലേ? മാളുവമ്മയുടെ വീട് മാളുവമ്മ വന്നില്ലേലും ഞങ്ങളെ കാര്യങ്ങൾ നോക്കിക്കോണം. മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ ഇരി ഇരി ഞാനും വരട്ടെ. ഞാനും വരിക. ഇരിക്കേ ഞാൻ വരണ്ടല്ലോ കുളിക്കാൻ. ഗൗരിക്കുട്ടിയാണോ? മാളുമ്മ ഇപ്പൊ വരും. ഗൗരിക്കുട്ടി ഇപ്പൊ എത്തും. നമ്മളാരാ? ദേവകി. ഒന്ന് വിളിക്കൂ ഗൗരിക്കുട്ടിയെ. ഇപ്പോഴിവിടില്ല, ഉടനെ എത്തും. എവിടെയാ പോയിരിക്കുന്നേ? അറിയില്ല. മാളുമ്മ ഒപ്പം പോയിരിക്ക? ഉടനെ വരുമല്ലേ? വരുന്നേ. ഓ, കുടിക്കാൻ എന്താ? എന്താ കിട്ടുക? നാരങ്ങ വെള്ളം, ചായ. അത്രയൊക്കെ ഉള്ളൂ? മോശം. മാളുമ്മ ഇങ്ങോട്ട് വന്നോട്ടെ. ഇപ്പൊ ഞാൻ നാരങ്ങ വെള്ളം കൊണ്ടുവരാം. ആ, നാരങ്ങ വെള്ളം എങ്കിൽ നാരങ്ങ വെള്ളം. ഇവിടെ പഞ്ചസാര ഇടാതെ. അങ്ങനെയൊന്നുമില്ല. എന്താ വേണ്ടേ? ഇഷ്ടം പോലെ ഇടാം. നിങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ ഈ വീട് വളയും. ഇറങ്ങിയാൽ പൊതുവഴിയല്ലേ, പറഞ്ഞു വെക്കാലോ. നിങ്ങളാരാ? ഞാനിവിടത്തെയാ. മാളുമ്മയുടെ മോൻ. നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകില്. ദാ ഇന്നലെ ആശുപത്രിയിൽ ഇറങ്ങിയത്, ഇപ്പോഴും കരിവായിട്ടില്ല. പിന്നെയും കുഴപ്പമില്ല. അറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി. ഞാൻ തൊട്ട് പിന്നാലെ ഉണ്ട്. അല്ല, നിങ്ങളും 3 ആണുങ്ങളല്ലേ, എന്തെങ്കിലും പെശക് തോന്നിയ ഒന്ന് കൂക്കിയാ മതി. ഞാൻ വിളിച്ചാ വരാനും ഈ നാട്ടിൽ 3-4 ഹിന്ദുക്കളുണ്ട്. ആ, ചാകാൻ കുറെ കൂടെ ഭേദപ്പെട്ട സ്ഥലവാ പൊതുവഴി. വാ. പുറകിലെങ്ങും ആരുമില്ല.
എവിടെ പോയിട്ട് വരുന്നു? ഗോപാലൻ നായരെ വീട് വരെ. ഏത് ഗോപാലൻ നായർ? കുന്നമ്പുറത്തെ ഗോപാലൻ നായർ. അങ്ങനെ ഒരാളുണ്ടോ? ചെണ്ടക്കാരൻ ഗോപാലൻ നായർ. ഞങ്ങൾ അയാളെ ഒരു പഞ്ചവാദ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നിട്ട് ബുക്ക് ചെയ്തോ? ഇല്ല. എന്തേ? എങ്ങനെ ബുക്ക് ചെയ്യാനാ? അദ്ദേഹത്തിന് സുഖമില്ല കിടക്കല്ലേ. വാത പിടിച്ചൊരു വശം തളർന്നു പോയില്ലേ. നിങ്ങള് മാളൂമ്മയുടെ വീട്ടിൽ പോയതല്ലേ? അതെ. എന്നിട്ട് എന്തേ പോന്നു കളഞ്ഞത്? അവരവിടെ ഇല്ല. താൻ ആരാ? സക്കറിയ. ഇവൻ ഹിലാൽ. ഞാൻ ഗോപി, അഡ്വക്കേറ്റ് ആണ്. അല്ല, ഇനിയിപ്പോ ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങളോ? ഞങ്ങൾ ഈ നാട്ടുകാരാ. അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ വഴിയോ പോണവരടുത്തൊക്കെ ആളാകാൻ നോക്കുന്നത്. എന്താണാകാൻ നോക്കുന്നത്? എന്താണെന്നോ അറിയണം നിർബന്ധം പറഞ്ഞുതരാം. പബ്ലിക് ന്യൂസൻസും ത്രട്ടണിങ്ങും എല്ലാത്തിനും വേണ്ടി അഴിയുടെ പുറകെ നിർത്തി കാണിച്ചു തരാം. എന്റെ പേരെന്താ പറഞ്ഞത്? ഹിലാൽ. ഹിലാൽ ആണെന്നാ തോന്നണേ. ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അല്ല, അതെ, നിങ്ങളിങ്ങനെ ആലോചിച്ചു തന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇനിയിച്ച് ഇവിടെ ലായം പറയാൻ തൊള്ള പറഞ്ഞാലേ അന്നെ മൂന്നിനെ മൊട്ടയടിച്ച് തുണിയില്ലാതെ പരസ്യമായിട്ട് പാതയെ കൂടെ പാരയുടെ നടത്തിക്കും. ചുണയുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണ. അങ്ങടെ മാറണോ? നാടകി ആ നാടക്കടാ അങ്ങോട്ട്. പറയണത് കേട്ടോളി, ഇല്ലെങ്കിൽ മൂന്നിനെ അരിഞ്ഞ് പീസായിട്ട് ഇവിടെ നിരത്തും. നാടക തിരിഞ്ഞു നോക്കാ നടക്കടാ. നടക്കടോ അങ്ങോട്ട്. വമ്പത്താര് എടോ നായരെ, ആ കുന്ത്രണ്ട് അങ്ങോട്ട് നീക്കിട്ട് കൊടുക്കി. അങ്ങോട്ട് ഇരുന്നോള. ഞാൻ പോയി വരണത് വരെ അവിടെ അനങ്ങാൻ നോക്കരുത്. ഞാൻ പോയിട്ട് വരാം. ഞാൻ വരുന്നത് വരെ ഇവറ്റ ഒന്നും ചെയ്യാൻ പാടില്ല. വിടക്കം കൊണ്ടുവന്നാളാ. അപ്പൊ അതെന്റെ ഇഷ്ടം പോലെ. നിങ്ങൾ മൂപ്പന്റെ അടുത്തേക്കാ? ആ, മൂപ്പനായിട്ട് ആലോചിച്ചിട്ട് ഇന്ന് എന്തെങ്കിലും പാടില്ലെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങള് ഇന്നലെ മൂപ്പനെ കണ്ട? അതെനിക്കറിയേണ്ട കാര്യം. പറഞ്ഞതുപോലെ കേട്ടൂടാ. ആനങ്ങാൻ വിടുന്ന നമുക്കവിടെ. ഞാൻ വരാപ്പോ. ആരേ മൂപ്പൻ? മാളമ്മേ, അങ്ങനെ ഇപ്പൊ തല്ലിയിട്ടും കുത്തിയിട്ടും ആരെയും അനുസരിപ്പിക്കണ്ട. മാളമ്മേ, ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാന്ന് വിചാരിക്കണ്ട. അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാന്നറിയോ? ആ കുളം കണ്ടില്ലേ, അതിന്റെ അടിയിലേക്ക്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. പോകും. എന്റെ അമ്മാവൻ എന്ന് പറയുന്ന നാൽക്കാലി രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിരിക്കണെന്ന് അറിയോ? 1000. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായം തന്നു നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല. മനസ്സിലായോ? ഇനി മൂപ്പനെ വെറുപ്പിക്കണ്ട. ഇനി ആ കിഴവൻ ഈ മുറിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലും ഞാൻ അയാളെ. വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്റെ അമ്മാവന്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം. മൂപ്പനെ വെറുപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ടാ. അങ്ങോട്ട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോ അതേ മാർഗമുള്ളൂ.
നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും. നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും. മൂപ്പൻ മതിയെന്ന് പറയണത് വരെ അത് കൂടി കൂടി വരികയല്ലേ ഉള്ളൂ. കൂടട്ടെ. നിന്നെ ഞാൻ ഇതിലാണെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോയത്? കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ കിടന്ന് ശബ്ദവും വിളി. അയ്യോ എന്റെ മൂപ്പ, ഇനി പറയാനൊന്നും ബാക്കിയില്ല. എന്തു പറഞ്ഞു? ഇവിടേക്ക് വരുന്നോൾക്ക് അറിയില്ലേ? ഇനി ഇപ്പൊ പറയാലോ. അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ്. കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങ് വിളിച്ചു കയറ്റിയായിരുന്നു. മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പനെ ധിക്കരിക്കാന്നാ. അതിന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു, ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ? മൂപ്പനെ വെറുപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തോന്നുന്നുണ്ടോ? സങ്കടമുണ്ട്. ഈ 7 ശനി വന്ന് കയറി അന്നു തൊട്ട് സുലൈമാനും കൂട്ടരും മൂപ്പന്റെ പേരും പറഞ്ഞ് അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ? വെട്ടും കുത്തും. എന്റെ മോൻ ഇന്നലെ ആശുപത്രിയിൽ ഇറങ്ങിയത്. അതിജ് നായന്മാരെ കൂട്ടാൻ പോയിട്ടല്ലേ? ആര് നായന്മാരെ കൂട്ടി? ഞാനോ? എന്റെ മോനോ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞൊന്ന് പെട്ട അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക. ഞങ്ങൾ എങ്ങനെയാ പിന്നെ ഈ നാട്ടിൽ കഴിയുക? ഇപ്പൊ ഈ നേരത്ത് ആരായത്? അയ്യോ, ആരെങ്കിലും വഴിതെറ്റി ഒന്ന് പെട്ടിട്ടുണ്ടാവും. എനിക്കിനി ഒന്നും പറയാനില്ല. മൂന്നാള് കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ നായരെ പിടിയെടുത്തിക്കണം. 6 ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ്. ഇന്ന് ഈ വന്നവരെ കൂടി പേടി കാട്ടുവിട്ടാ പിന്നെ ടൗണിൽ നിന്നും ഒറ്റ ആള് വരില്ല. ഞാൻ കാല് പിടിച്ച് പറയാണ്, എല്ലാം മൂപ്പൻ അറിയാലോ. ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവമ്മയോട് വൈരാഗ്യം വെക്കരുത്. 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. മാളുവമ്മയാ പറയണത്. അവള് നേരിട്ട് വന്ന് മൂപ്പന്റെ കാല് പിടിച്ച് മാപ്പ് പറയും. നിന്റെ വീട്ടിൽ വന്നവരെ മുടക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിന്റെ വീട്ടിൽ വന്നവരാ അവര് നീ തന്നെ പോണ വഴിക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ, അതിലേക്ക് കൊണ്ടുപോയിക്കോ. എന്റെ ഗുരുവായൂരപ്പ, സുലൈമാനൊപ്പം പോയിക്കോ. ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓരുടെ വീട്ടിൽ കൊണ്ടാക്കിക്കോണം. ബൈക്ക് ആരും കശപ്പിച്ചുണ്ടാക്കാൻ വരരുത്. എന്താ ചങ്ങായത്? സുലൈമാനിക്കാണല്ലോ.